പഴയ കാലം 6 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കാലമാണ്. അന്നത്തെ പല ജീവിതങ്ങൾക്കും ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. പുകയുടെയും പുകയിലയുടെയും ഗന്ധം. അങ്ങനെ ഒരു കാലത്ത് പലരുടെയും കൂട്ടുകാരനായിരുന്ന ഒരു സിഗരറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചാർമിനാർ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ ചാർമിനാർ എന്ന പേര് ഹൈദരാബാദിലെ അപ്രസിദ്ധമായ സ്മാരകത്തിന്റെ പേര് മാത്രമായിരിക്കും. എന്നാൽ പഴയ തലമുറയ്ക്ക് അതൊരു സിഗരറ്റ് ബ്രാൻഡിന്റെ പേരായിരുന്നു. വെറും ഒരു ബ്രാൻഡ് ആയിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ഒരു തലമുറയുടെ ആവേശമായിരുന്നു. ഇന്ത്യയിൽ വലിക്കപ്പെടുന്ന ഓരോ 4 സിഗരറ്റിലും ഒന്ന് ചാർമിനാർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കില്ലായിരിക്കും. അത്രയും വലിയൊരു ജനപ്രിയതയായിരുന്നു അതിനുണ്ടായിരുന്നത്. ഇതിന്റെ കഥ തുടങ്ങുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ആ നഗരത്തിന്റെ പുകയില സംസ്കാരത്തിൽ നിന്നാണ്. 1916 വസീർ സുൽത്താൻ എന്നൊരു മനുഷ്യനാണ് ഈ കഥയ്ക്ക് തുടക്കമിടുന്നത്. അന്ന് അവിടുത്തെ ഒരു ചെറിയ ബിസിനസ്സായി തുടങ്ങിയ വസീർ സുൽത്താൻ ടുബാക്കോ കമ്പനി പിന്നീട് 1930 നവംബർ 10 ഒരു വലിയ കമ്പനിയായി മാറുന്നു. കമ്പനിയുടെ പേര് തന്നെ വസീർ സുൽത്താൻ ടുബാക്കോ കമ്പനി ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. പിൽക്കാലത്ത് അത് VST ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അതിന്റെ പെട്ടി ഒരു സാധാരണ പെട്ടി ആയിരുന്നില്ല. ഹൈദരാബാദിലെ ആ പ്രൗഢഗംഭീരമായ ചാർമിനാറിന്റെ ചിത്രം ആ പെട്ടിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദ റിയൽ ചാർമിനാറിനെ കുറിച്ചും അറിയാൻ താല്പര്യം തോന്നുന്നില്ലേ? ഹൈദരാബാദിലെ സുൽത്താൻ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ 1591 ഹൈദരാബാദിൽ പ്ലേഗ് രോഗം തുടച്ചു നീക്കിയതിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ചാർമിനാർ. 4 മിനാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന് ചാർമിനാർ എന്ന പേര് വന്നത്. ചാർ എന്നാൽ 4, മിനാർ എന്നാൽ മിനാരം. അതൊരു വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ പ്രൗഢി അവരുടെ സിഗരറ്റ് പാക്കറ്റിലും ഉണ്ടായിരുന്നു. അവർ വെറും ഒരു ചിത്രം മാത്രമല്ല ഉപയോഗിച്ചത്. ആ സ്മാരകത്തിന്റെ പ്രൗഢിയും അന്തസ്സും അവരുടെ ബ്രാൻഡിന്റെ ഭാഗമാക്കി. അതന്ന് സാധാരണക്കാരുടെ സിഗരറ്റ് ആയിരുന്നു. അതിന്റെ രുചി, അതിന്റെ ഗുണമേന്മ, അതെല്ലാം ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിലയിൽ അവർ നൽകി. അക്കാലത്ത് സിഗരറ്റ് വലിക്കുക എന്നത് ഒരു ഫാഷനായിരുന്നു, ഒരു സ്റ്റൈലായിരുന്നു. സിഗരറ്റിന്റെ പരസ്യങ്ങൾ അന്നത്തെ സിനിമകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നു. ചാർമിനാറിന്റെ പരസ്യം ഒരുപക്ഷെ ഏറ്റവും ആകർഷകമായ ഒന്നായിരുന്നു. റിലാക്സ്, ഹാവ് എ ചാർമിനാർ എന്ന അവരുടെ പരസ്യവാചകം ഒരു തലമുറയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ജോലിയിൽ നിന്നുള്ള ക്ഷീണം, ജീവിതത്തിലെ ടെൻഷൻ, എല്ലാത്തിൽ നിന്നും ഒരു ചെറിയ ആശ്വാസം, അതിനൊരു ചാർമിനാർ മതി. അത്തരത്തിലുള്ള ഒരു ആശയം ആ പരസ്യം ജനങ്ങളിലേക്ക് എത്തിച്ചു. ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോലും അന്ന് വലിയ താരങ്ങൾ മടിച്ചില്ല. നടൻ ജാക്കി ഷ്രോഫ് ദേവാനന്ദിന്റെ സ്വാമി ദാദ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ചാർമിനാറിന്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത്തരത്തിൽ വലിയ വലിയ താരങ്ങളും ആ ബ്രാൻഡിന്റെ ഭാഗമായി. ചാർമിനാർ എന്ന ബ്രാൻഡ് വെറും ഒരു പുകയില ഉൽപ്പന്നമായിരുന്നില്ല. അത് പുരുഷത്വത്തിന്റെയും ധൈര്യത്തിന്റെയും, ഒരർത്ഥത്തിൽ അന്നത്തെ പുരുഷന്റെ സ്റ്റൈലിന്റെയും അടയാളമായിരുന്നു. അക്കാലത്തെ ഹൈദരാബാദിലെ അവസാനത്തെ നൈസാമായിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ പ്രത്യേകമായി വറുത്ത പുകയിലയിൽ ഉണ്ടാക്കിയ ചാർമിനാർ സിഗരറ്റുകൾ വലിച്ചിരുന്നു. ഇത് ആ ബ്രാൻഡിന് ഒരു രാജകീയ പ്രൗഢി നൽകി. പുകയിലയുടെ കടുത്ത രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ചാർമിനാർ ഒരു അനുഗ്രഹമായിരുന്നു. അതിന്റെ ഗുണമേന്മയും വിലയും കാരണം അത് പണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരുപോലെ ആകർഷിച്ചു. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഹൈദരാബാദിൽ തമ്പടിച്ച പട്ടാളക്കാർക്കിടയിലും ചാർമിനാർ വലിയ ഹിറ്റായിരുന്നു. സൈനികരുടെ ഇടയിൽ നിന്ന് ആ ബ്രാൻഡ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി. അങ്ങനെ ചാർമിനാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് ബ്രാൻഡുകളിൽ ഒന്നായി മാറി. ആ ബ്രാൻഡിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹൈദരാബാദിൽ തുടങ്ങിയ കമ്പനി വളരെ വേഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സിഗരറ്റ് നിർമ്മാണ കമ്പനിയായി മാറി. ചാർമിനാറിന് പുറമെ മറ്റു ബ്രാൻഡുകളും അവർ പുറത്തിറക്കി. പക്ഷേ ചാർമിനാറിനോളം ജനപ്രീതി നേടിയ മറ്റൊരു ബ്രാൻഡും അവർക്കില്ലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി, കാലം മാറി. 1970കളിൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് വന്നപ്പോൾ വിദേശ കമ്പനികളുടെ ഓഹരി പങ്കാളിത്തം 40% താഴെയാക്കണമെന്ന് നിയമം വന്നു. അന്ന് വസീർ സുൽത്താൻ ടുബാക്കോ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനിയുടെ കൈവശമായിരുന്നു. അവർക്ക് ഓഹരികൾ വിറ്റഴിക്കേണ്ടി വന്നു. അതോടൊപ്പം പുകവലിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അവബോധം വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ ആളുകൾ പുകവലി ഉപേക്ഷിക്കാൻ തുടങ്ങി. ചാർമിനാറിന്റെ വിൽപ്പന കുറഞ്ഞു. ആഗോളതലത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ചാർമിനാറിനും അത് തിരിച്ചടിയായി. പണ്ട് പരസ്യങ്ങൾ നിറഞ്ഞു കാണാമായിരുന്നെങ്കിൽ പിൽക്കാലത്ത് സിഗരറ്റ് പാക്കറ്റുകളിൽ ഭീകരമായ ചിത്രങ്ങളുള്ള ആരോഗ്യ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കി. ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ചാർമിനാർ സ്മാരകത്തിന്റെ സൗന്ദര്യത്തിന് പകരം രോഗം ബാധിച്ച ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ വന്നു. അതൊരു വലിയ മാറ്റമായിരുന്നു. ചാർമിനാർ ബ്രാൻഡിന്റെ വിപണി പതുക്കെ ഇല്ലാതായി. അതിന് കാരണം പുതിയ തലമുറയുടെ അഭിരുചികൾ മാറിയതും ആരോഗ്യപരമായ അവബോധം വർദ്ധിച്ചതുമാണ്. പുതിയ ബ്രാൻഡുകൾ വന്നപ്പോൾ ചാർമിനാർ വിപണിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങി. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് ബ്രാൻഡായിരുന്ന ചാർമിനാർ ഓർമ്മകളിൽ മാത്രമായി ചുരുങ്ങി. ചാർമിനാറിനെ സംബന്ധിച്ച് മറ്റൊരു വലിയ നിയമ പോരാട്ടമുണ്ടായി. വിഷ്ണുദാസ് ട്രേഡിംഗ് എന്നൊരു കമ്പനി ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചാർമിനാർ എന്ന പേരിൽ വിപണിയിലിറക്കി.
അതൊരു വലിയ ട്രേഡ് മാർക്ക് യുദ്ധത്തിന് വഴിവെച്ചു. 1996 സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് എത്തി. BST കമ്പനി സിഗരറ്റുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത് എന്നും ചവയ്ക്കുന്ന പുകയില അല്ലെന്നും വാദിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ ചാർമിനാർ എന്ന പേര് സിഗരറ്റുകൾക്ക് മാത്രമുള്ളതാണെന്ന് കോടതി വിധിച്ചു. ചാർമിനാർ എന്ന പേര് കേൾക്കുമ്പോൾ ഹൈദരാബാദിലെ ആ സ്മാരകത്തെ മാത്രമല്ല ഓർമ്മ വരുന്നത്. ആ നഗരത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ മുഴുവൻ പടർന്ന ഒരു വലിയ വ്യവസായത്തിന്റെ ചരിത്രം കൂടിയാണ്. ഒരു സിഗരറ്റ് ബ്രാൻഡ് എങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി, ഒരു തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്നതിന്റെ നേർചിത്രം കൂടിയാണ്. ഇന്ന് ചാർമിനാറിന് പകരമായി ഒരുപാട് പുതിയ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. പുതിയ രുചികൾ, പുതിയ പരസ്യങ്ങൾ, പുതിയ പാക്കറ്റുകൾ. പക്ഷേ പഴയ തലമുറയിലെ പലർക്കും ചാർമിനാറിനോടുള്ള ആ ഒരു അടുപ്പം ഒരുപക്ഷെ ഇന്നത്തെ ബ്രാൻഡുകളോട് ഉണ്ടാകില്ല. ഒരു സിഗരറ്റ് എന്നതിലുപരി അതൊരു കൂട്ടുകാരനായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ. അങ്ങനെ കാലത്തിന്റെ ഒഴുക്കിൽ ഒരു ബ്രാൻഡ് കൂടി വിസ്മൃതിയിലാകുന്നു. പക്ഷേ അതിന് പിന്നിലുള്ള കഥയും ചരിത്രവും ഒരുപാട് തലമുറകളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നതാണ്. ഹൈദരാബാദിലെ ആ വലിയ ചാർമിനാർ സ്മാരകവും ചെറിയ സിഗരറ്റ് പാക്കറ്റിലെ ആ ചിത്രവും ഒരു കാലത്ത് ഒരു ജനതയെ ഒരുമിപ്പിച്ച ഒരു വികാരമായിരുന്നെന്ന് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതായിരുന്നു സത്യം. ആ സത്യം പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട്, പുകയുന്ന ഓർമ്മയായി. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.